പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ 4 ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്ററുകളിലേക്ക് ANM അഥവാ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. 2 വർഷത്തെ കോഴ്സാണിത്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഹെൽത്ത് സെൻ്ററുകളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായി ജോലി ചെയ്യാനുള്ള യോഗ്യതയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഈ കോഴ്സിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും 500 രൂപ വീതം സ്റ്റൈപ്പൻഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഡ്മിഷനായിട്ട് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അഡ്മിഷൻ ഫീസായിട്ട് ഏകദേശം 1000ഓളം രൂപ മാത്രമാണ് വരിക. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കാസർഗോഡ് എന്നീ JPHN ട്രെയിനിങ് സെൻറ്ററുകളിലാണ് കോഴ്സുകൾ ഉള്ളത്. അതിൽ തിരുവനന്തപുരം സെൻറ്ററിൽ SC/ST വിഭാഗങ്ങൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടല്ല നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൂടെ ആവശ്യമായിട്ടുള്ള രേഖകൾ വെച്ച് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കൂടാതെ നിങ്ങൾക്ക് നേരിട്ടും എത്തിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പുറത്ത്, കവറിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ANM എന്ന് എഴുതേണ്ടതാണ്. അപേക്ഷ ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ അഡ്രസ്സിലേക്ക് എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/7/2023 ആണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപേക്ഷ മാത്രമേ നൽകാവൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ ഉള്ളവർ കോട്ടയം ജില്ലയിലേക്കാണ്, കോട്ടയം ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. അതുപോലെ ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിലുള്ളവർ പാലക്കാട് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അതുപോലെ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഉള്ളവർ കാസർഗോഡ് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. എന്നാൽ SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാമത് ഒരു അപേക്ഷ കൂടി നൽകാൻ സാധിക്കുന്നതാണ്. കാരണം അവർക്ക് തിരുവനന്തപുരം സെൻറ്ററിൽ അവർക്ക് മാത്രമായിട്ടാണ് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ +2 സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. +2 പാസ്സായാൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ +2ൻ്റെ ടോട്ടൽ മാർക്ക് പരിഗണിച്ചാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. 1200-ൽ എത്ര ലഭിച്ചു അതിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരേ സ്കോറാണെങ്കിൽ ആരാണ് സയൻസ് പഠിച്ചത് എന്ന് നോക്കും, അവർക്കാണ് മുൻഗണന നൽകുക. പിന്നെയും തുല്യത വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആർക്കാണ് കൂടുതൽ സ്കോർ ഉള്ളത് എന്നാണ് നോക്കുക. പിന്നെയും തുല്യത വന്നാൽ ആർക്കാണ് കൂടുതൽ വയസ്സുള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പരിഗണിക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കോഴ്സ് പൂർത്തിയാക്കേണ്ടി വരുന്നതാണ്. അഥവാ നിങ്ങൾ TC വാങ്ങി പോവുകയാണ് എങ്കിൽ 10,000 രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. കൂടാതെ അതുവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സ്റ്റൈപ്പൻഡ് തുക പലിശ സഹിതം തിരികെ നൽകേണ്ടി വരുന്നതാണ്. ഈ കോഴ്സിലാകെ 130 സീറ്റുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ജോലി സാധ്യത വളരെ അധികമാണ്. കൃത്യമായിട്ട് ഫിൽ ചെയ്ത് സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ രേഖകളാണ് വെക്കേണ്ടത് എന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആപ്ലിക്കേഷൻ ഫീസായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾ 75 രൂപയും ബാക്കിയുള്ള എല്ലാവരും 200 രൂപയുമാണ് നൽകേണ്ടത്. അത് നിങ്ങൾ ചലാൻ പേയ്മെൻ്റ് ആണ് നടത്തേണ്ടത്. ചലാൻ പേയ്മെൻറ്റ് നടത്തേണ്ടതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. പേയ്മെൻറ്റ് നടത്തി അത് ആ ഒരു ചലാൻ നിങ്ങൾ അപേക്ഷയുടെ കൂടെ വെക്കേണ്ടതാണ്. ഇനി ഓരോ ജില്ലയിലുമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് ജില്ലയിലെ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. ഇത് ഫിൽ ചെയ്താണ് നിങ്ങൾ സെൻഡ് ചെയ്ത് നൽകേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ പ്രോസ്പെക്ടസും താഴെ ലിങ്കായി നൽകുന്നതാണ്. ഈ വർഷത്തെ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനും ഡീറ്റെയിൽസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.